ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമ്മളെ വീട്ടിലുള്ള കറുത്ത് പോയിട്ടുള്ള പഴം വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നോക്കണം. 4 മണി പലഹാരമായിട്ട് നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു 5 കറുത്ത് പോയിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അത് സ്ലൈസ് ആക്കിയിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് സ്ലൈസ് ആക്കിയിട്ടുള്ള പഴം വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കറുത്ത് പോയിട്ടുള്ള പഴമാണെങ്കിലും കുഴപ്പമില്ല, അത്രയും ടേസ്റ്റ് കൂടാണ് ചെയ്യുക. അപ്പോൾ ഇത് വാട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ ഈ പഴമൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. കളറ് നല്ലോണം ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. ഞാൻ ഈ ഒരു കളറിലാണ് എടുക്കുന്നത്. അപ്പോൾ അതാ 2 ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം അതേ പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂണ് അണ്ടി പൊടിച്ചതാണ്, ഞാൻ ഒന്ന് ക്രഷാക്കി എടുത്താണ്. പിന്നെ കിസ്മിസ് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള അത്ര ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൗഡറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ആ പഞ്ചസാരമൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്ന വരെ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഏലക്ക കുരുവായിട്ട് ഇടാണേലും കുഴപ്പമില്ല. അതൊരു 2 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ പകുതി ബാറ്റർ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഒന്നൊന്ന് സെറ്റായി വരുമ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം വാട്ടിയത് ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 പഴമാണെങ്കിൽ ഇത് കറക്റ്റാണ്. ഇനിയിപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഴം വെച്ച് കൊടുക്കാം. ടേസ്റ്റൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ എല്ലാ സൈഡിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ തേങ്ങ വാട്ടി വെച്ചിട്ടുള്ള തേങ്ങ അല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് പകുതി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അടിയിലൊരു പാൻ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതാ ഞാനിതാ 3ാമത്തെ ലെയർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനിത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു പാന് വെച്ചിട്ട് അതൊന്ന് ചൂടായാൽ നല്ല സിമ്മിലാക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ 3ാമത്തെ ലെയറായിട്ട് പഴം തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ബാക്കിയുള്ള പഴം കൂടിയും എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള തേങ്ങയുടെ കൂട്ടും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ആ കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവില്ലേ, മുട്ടയുടെയും പാലിൻ്റെയും മിക്സ്, അതൊന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഈ ഒരു മാവ് നല്ലോണം ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് വേണം കേട്ടോ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ മൈദ എല്ലാ ഭാഗത്തും എത്തൂല. അതുകൊണ്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. മുട്ടയും പാലും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു കറുത്ത് പോയിട്ടുള്ള പഴമാണെന്ന് പറയൂല, അത്രയും ടേസ്റ്റാണ്.
കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണിത്. അപ്പം കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. വേറൊരു പലഹാരമായിട്ട് കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റായിട്ട് അറിയിക്കുക. ഇതൊന്നും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി അയച്ചു വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.